മഹാദുരന്തത്തോടെ മന്ദഗതിയിലായ ടൂറിസം മേഖലയെ ഉണർത്താൻ KSRTCയും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 24 ബസ്സുകളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓടാൻ സജ്ജമാക്കിയത്. ആദ്യഘട്ടത്തിൽ 3 ബസ്സുകൾ മൂന്നാർ, കൊട്ടാരക്കര, വെഞ്ഞാറമൂട് എന്നിവിടങ്ങളിൽ സർവീസ് ആരംഭിച്ചു. ബജറ്റ് ടൂർ പദ്ധതി ഹിറ്റായതിനാലാണ് വിനോദയാത്രകൾക്ക് മാത്രമായി KSRTCയുടെ പഴയ ബസ്സുകൾ നവീകരിച്ച് ഡീലക്സ് എയർ ബസ്സുകളാക്കി നിരത്തിലിറക്കിയത്. പുഷ്ബാക്ക് സീറ്റ്, ചാർജിംഗ് പോയിന്റുകൾ, എയർ സസ്പെൻഷൻ തുടങ്ങിയവയാണ് ബസ്സിനുള്ളിൽ യാത്രക്കാർക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് 21 ബസ്സുകളും ഉടനിറക്കും. നിലവിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളാണ് വിനോദയാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. വിനോദയാത്രകൾക്ക് മാത്രമായി ബസ്സുകളെത്തുമ്പോൾ പല പാക്കേജുകളിലും സീറ്റ് കിട്ടാത്ത യാത്രക്കാരുടെ പരാതികൾക്ക് അറുതിയാകും. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നും 12,000 പാക്കേജുകളാണ് ബജറ്റ് ടൂറിസം സെൽ നടത്തുന്നത്. ഇതിനോടകം 7 ലക്ഷം യാത്രക്കാർ ഭാഗമായി. ഓരോ ദിവസവും പാക്കേജുകൾ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ കേരളത്തിന് പുറത്തേക്കും സർവീസുകൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട്. 2021 നവംബറിൽ ആരംഭിച്ച ടൂർ പാക്കേജുകൾക്ക് വൻ സ്വീകാര്യതയാണുള്ളത്. കഴിഞ്ഞ ജൂൺ വരെ KSRTCക്ക് ലഭിച്ചത് 43 കോടിയുടെ വരുമാനമാണ്. അതേസമയം ഇക്കഴിഞ്ഞ വേനലവധിയിൽ മാത്രം 4 കോടിയുടെ വരുമാനമുണ്ടായി. ഓണം പ്രമാണിച്ച് 150ഓളം സർവീസുകളാണ് KSRTC ഒരുക്കിയിട്ടുള്ളത്. ഓരോ ഡിപ്പോകളിൽ നിന്നും 20ഓളം യാത്രകളാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാ ഡിപ്പോകളിൽ നിന്നും വയനാട്ടിലേക്കും ട്രിപ്പുകൾ നടത്തും. അതിനിടെ സഞ്ചാരികൾക്കായി KSRTCയുടെ പുതിയ സമ്മാനം. കന്യാകുമാരിയിലേക്കും മംഗളൂരുവിലേക്കും ഉൾപ്പെടെ പുതിയ 8 മിന്നൽ ബസ്സുകളാണ് നിരത്തിലിറങ്ങാൻ പോകുന്നത്. പാലക്കാട് നിന്നാണ് കന്യാകുമാരി സർവീസ് KSRTC ആരംഭിക്കുന്നത്. വൈകിട്ട് പാലക്കാട് നിന്ന് പുറപ്പെടുന്ന ബസ് രാവിലെ 5നും 6നും ഇടയിൽ കന്യാകുമാരിയിലെത്തും. രാത്രി 7ന് ശേഷം കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചുള്ള ബസ് പുറപ്പെടും. സെപ്റ്റംബർ 2ാം വാരത്തിൽ സർവീസ് ആരംഭിക്കും. വൈകിട്ട് 4:05 തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരുവിലേക്ക് സർവീസ് ഉണ്ടാകും. രാവിലെ 5ന് മുമ്പ് മംഗളൂരുവിൽ ബസ് എത്തും. തിരിച്ചുള്ള സർവീസ് വൈകിട്ട് പുറപ്പെടും. പരിമിതമായ സ്റ്റോപ്പുകളാണ് മിന്നൽ ബസ്സുകൾക്കുള്ളത്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായാൽ റണ്ണിംഗ് സമയം 2 മുതൽ 3 മണിക്കൂർ വരെ കുറയും. നിലവിൽ 23 മിന്നൽ സർവീസാണ് KSRTCക്കുള്ളത്. കാസർഗോഡ്, കോയമ്പത്തൂർ, തിരുവനന്തപുരം, മൈസൂരു, പാലക്കാട്, മൂകാംബിക, തിരുവനന്തപുരം, കോയമ്പത്തൂർ, തിരുവനന്തപുരം, സുൽത്താൻ ബത്തേരി എന്നീ റൂട്ടുകളിലും സർവീസ് ആരംഭിക്കും. കൂടാതെ ഇത്തവണത്തെ ഓണാവധി ആഘോഷിക്കാൻ നിരവധി യാത്രാ പാക്കേജുകൾ ഒരുക്കി KSRTC കേരളത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സർവീസുകൾക്കൊപ്പം നെഫർട്ടിറ്റി കപ്പലിൽ ആകർഷകമായ ഒരു ക്രൂയിസ് യാത്രയും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. മൂന്നാർ, വാഗമൺ, ഗുരുവായൂർ, കാടമ്പുഴ, മലമ്പുഴ, സൈലന്റ് വാലി, ഗവി എന്നിവിടങ്ങളിലേക്കും KSRTC സർവീസ് ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ആരംഭിക്കുന്ന നെഫർട്ടിറ്റി കപ്പൽ യാത്ര ആരുടെയും മനസ്സ് നിറയ്ക്കുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. സെപ്റ്റംബർ 12നാണ് കൊച്ചിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആഡംബര ക്രൂയിസ് കപ്പലിൽ 5 മണിക്കൂർ കടൽ യാത്രയും ഒരുക്കിയിരിക്കുന്നത്. KSRTCയുമായി ബന്ധപ്പെട്ടാൽ ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെയുള്ള ഈ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങൾ അറിയാനാകുമെന്നും അധികൃതർ പറയുന്നു. സെപ്റ്റംബർ 28-ന് പത്തനംതിട്ട തിരുവല്ലെ കവിയൂരിലുള്ള ഗുഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ KSRTC അവസരമൊരുക്കുന്നുണ്ട്. പഞ്ചപാണ്ഡവരുടെ വനവാസവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ പറയുന്ന ക്ഷേത്രങ്ങൾ കാണാൻ ഈ യാത്രയിൽ സാധിക്കും. പ്രകൃതിയെ അടുത്തറിയാനും മലയോരത്തിന്റെ തണുപ്പും കുളിരും അറിയാനും സാധിക്കുന്ന മൂന്നാർ സെപ്റ്റംബർ 7, 16, 28 തീയതികളിൽ KSRTC ഒരുക്കിയിട്ടുണ്ട്. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ അതിമനോഹര കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സഞ്ചാരികളുടെ പ്രിയ സ്പോട്ടായ മലക്കപ്പാറയിലേക്ക് സെപ്റ്റംബർ 8, 22 തീയതികളിൽ സർവീസ് ക്രമീകരിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 8, 17, 29 തീയതികളിൽ പ്രകൃതി രമണീയമായ പെരുവണ്ണാമൂഴിയിലേക്കും ജാനകിക്കാടത്തേക്കുമുള്ള സാഹസിക യാത്രകളും ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന കോട്ടയം ജില്ലയിലെ വാഗമണ്ണും ഇടുക്കി ജില്ലയിലെ കുമളിയും കാണാനുള്ള അവസരവും KSRTC ഈ ഓണക്കാലത്ത് ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 13, 27 തീയതികളിലാണ് ഈ യാത്ര സജ്ജമാക്കിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പൈതൽമല, പാലക്കയം തട്ട്, ഏഴരക്കുണ്ട്, വെള്ളച്ചാട്ടം, പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി എന്നിവിടങ്ങളിലേക്കും ഓണം സ്പെഷ്യൽ സർവീസ് നടത്താൻ പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.